ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. പുതിയൊരാഴ്ച തുടങ്ങുന്നു. ഇപ്പോൾ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പതിവ് പോലെ അനലൈസ് ചെയ്യാം. ഡോ ജോൺസിന്റെ ഫ്യൂച്ചർ നിലവിൽ 76.73 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ്. S&P ആൻഡ് നാസ്ഡാക്കിന്റെ ക്ലോസിംഗ് ന്യൂട്രൽ ടു പോസിറ്റീവ് എന്നുള്ള രീതിയിലാണ്. ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു ധാരണയൊന്നും ആയിട്ടില്ല. ഇറാൻ ഒരു ക്ലെയിം പറയുന്നു, US മറ്റൊരു ക്ലെയിം പറയുന്നു. ഹോർമോസ് തുറക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. US ഇറാന്റെ എല്ലാ ഡീലുകളും അംഗീകരിക്കുന്നവരേക്കും അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന പല രീതിയിലുള്ള ന്യൂസസ് ആണ് ഫ്ലോട്ട് ചെയ്യുന്നത്. സോ ടെക്നിക്കലി നമ്മൾ ആ ഭാഗത്തോട്ടൊന്നും ഞാൻ നോക്കുന്നില്ല. മാർക്കറ്റ് എന്ത് ചെയ്യുന്നോ അവിടെ വെച്ചുള്ള ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. ഓക്കെ, ഇപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ഏഷ്യൻ മാർക്കറ്റ്സ് പരിശോധിക്കുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ 15 പോയിന്റ്സ് അപ്സൈഡിലാണ്. അതായത് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന്റെ സൂചനയാണ് നിലവിൽ അവസ്ഥയിൽ തരുന്നത്. കൃത്യം 7 മണിക്കുള്ള ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇതിനുശേഷം മാർക്കറ്റിന്റെ അവസ്ഥ മാറാം. 7 മണിക്ക് ഗിഫ്റ്റ് നിഫ്റ്റി 7 to 14 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ്, അല്ല അപ്സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. മേ ബി ഒരു 50 പോയിന്റ് വരെയൊക്കെ അപ്സൈഡ് പോകാം ഗിഫ്റ്റ് നിഫ്റ്റി. 7 മണിക്കത്തെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഇതിനുശേഷം കാര്യങ്ങൾ മാറി മറിയാം. നിക്കി നോക്കുകയാണെങ്കിൽ 1% അപ്പാണ്. 1% എന്ന് പറയുന്നില്ല, 1.86%, 1218 പോയിന്റ്സ് അപ്സൈഡാണ്. സോ ഏഷ്യൻ മാർക്കറ്റ്സിൽ പൊതുവെ ഒരു ബുള്ളിഷ്നെസ് നിലവിലുണ്ട്. സ്ട്രേറ്റ് ടൈംസ് 1% അപ്പാണ്. ഹാങ്സങ് 137 പോയിന്റ് അപ്പാണ്. തായ്വാൻ വെയ്റ്റഡ് 1% അപ്പാണ്. കോസ്പി 29 പോയിന്റ് അപ്പ്, അതായത് 0.48%. ഓക്കെ, കോസ്പി സാധാരണ ഉള്ള വോളറ്റിലിറ്റി ഇന്ന് കാണുന്നില്ല നിലവിലെ അവസ്ഥയിൽ. 29 പോയിന്റ്സ് മാത്രമാണ് അപ്സൈഡ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഏഷ്യൻ മാർക്കറ്റ്സിൽ പൊതുവെ ഒരു സെറ്റിൽഡ് ഫീല് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ഒരു ഇൻട്രാഡേ ചാർട്ട്സ് പരിശോധിക്കേണ്ട സമയമായി. അപ്പോൾ ഒരു വീക്ക്ലി വ്യൂ ശനിയാഴ്ചത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു 23,850 ആണ് ടോട്ടലി ഉള്ള മാർക്കറ്റിന്റെ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി. അതായത് നിലവിലെ റേഞ്ചിൽ നിന്ന് വീണ്ടും ഒരു 2 to 3% ഡൗൺ സൈഡ് വന്നാലും ഞാൻ ഭയപ്പെടാതെ മാർക്കറ്റിനെ സമീപിക്കും എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ നിലവിലെ ഒരു ട്രേഡ് അവസ്ഥ നമുക്ക് 15 മിനിറ്റ് ചാർട്ടിലും കൂടെ നമുക്ക് നോക്കേണ്ട ആവശ്യകത ഉണ്ട്. ഓക്കെ, 15 മിനിറ്റ് ചാർട്ട് എടുത്തു. 15 മിനിറ്റ് ചാർട്ടിലെ ഒരു സ്ട്രക്ചർ നിങ്ങൾ നോക്കി. 5 മിനിറ്റ് ചാർട്ടിൽ എന്ന് പറഞ്ഞ ഡിമാൻഡ് ഏരിയയിൽ നിന്നും സ്റ്റോക്ക് ഹയർ ഹൈ തന്ന് അറ്റംപ്റ്റ് നടത്തിക്കൊണ്ട് പോവുകയാണ്. ഹയർ ഹൈ ആൻഡ് ഇവിടെ നിന്നൊരു വലിയൊരു അറ്റംപ്റ്റ് നടത്തി ഡൗൺ സൈഡ് വരുന്നു. ഹയർ ഹൈ ആൻഡ് ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ആണ്. സോ സ്ട്രക്ചറിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഏരിയ നിങ്ങൾ വെച്ചേക്കാം. ഓക്കെ, നമുക്ക് ഈ ലോ കണക്കാക്കാം. ആൻഡ് ഈ ഒരു ഏരിയ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഒന്ന് അപ്സൈഡ് പോകാൻ ടെൻഡൻസി ഉള്ള മാർക്കറ്റിനാണെങ്കിൽ ഡിമാൻഡ് എടുക്കാൻ പറ്റിയ സോണാണ് ഇത്രയും ഏരിയ. ഓക്കെ, 24,380 to 24,542. അപ്പോൾ മാർക്കറ്റിന് ഒന്ന് ഡിമാൻഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് എടുക്കാവുന്ന സോണിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അവിടെ നിന്നും മാർക്കറ്റിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട സോൺസ്, ഇൻട്രാഡേ സോൺസ് എന്ന് പറഞ്ഞാൽ 24,660 ആൻഡ് 24,770. മെയിൻലി ഈ രണ്ട് സോൺസും മാർക്കറ്റ് സ്ട്രോങ്ലി ബ്രേക്ക് ചെയ്താൽ ഒരു ബുള്ളിഷ് മാർക്കറ്റിലേക്ക് നമുക്ക് കടക്കാം എന്ന് നമുക്ക് ഏകദേശം ഒന്ന് ഉറപ്പിക്കാം. ആൻഡ് അവിടെ നിന്നും നമ്മൾ ശ്രദ്ധിക്കുക, മാർക്കറ്റിന് ഒരുപാട് കടമ്പകൾ ഇനിയുമുണ്ട്. ആൻഡ് അതിലൊന്ന് 25,140 ആൻഡ് ഒരു സൈക്കോളജിക്കൽ ലെവലായ 25,001. അപ്പോൾ ഈ രണ്ട് ലെവലും മാർക്കറ്റിലെ വളരെ ഇമ്പോർട്ടൻറ്റ് സോൺസ് ആണ്, 25,000 ആൻഡ് 25,150. പിന്നെ അപ്സൈഡ് ലെവൽസ് ഞാൻ ഇതെല്ലാം പക്കയായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം ഇനിയുള്ളതെല്ലാം കടമ്പകളാണ്. ഓക്കെ, മാർക്കറ്റിനെ സംബന്ധിച്ച് ഇനി ഈ ഒരു ഏരിയാസ് കടന്നു കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ചടങ്ങാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മാർക്ക് ചെയ്ത് വച്ചേക്കുന്നത് ഇതാ കണ്ടില്ലേ, അപ്സൈഡ് ലെവൽസിലേക്ക് മാർക്ക് വെച്ചിരിക്കുന്നത്. കാര്യം ഇതെല്ലാം കടന്നു കിട്ടിയാലേ മാർക്കറ്റ് ടോട്ടൽ ബുള്ളിഷ് ആവത്തുള്ളൂ. സോ ഇത്രയും വളരെ ഷോർട്ട് ഡിസ്റ്റൻസിൽ തന്നെ സപ്ലൈ സോൺസ് നിലവിൽ ഇഷ്ടം പോലെ ഉണ്ട്. ആൻഡ് മറിച്ച് നമ്മുടെ എക്സ്പെക്ടേഷന് വിരുദ്ധമായി മാർക്കറ്റ് ഡൗൺ സൈഡ് വരുവാണെങ്കിൽ ഈ ലെവൽസ് താഴെ 24,000 24,220 എന്നുള്ള റേഞ്ചുകളിൽ മാർക്കറ്റ് സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഇങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ ലെവൽസ് ഇങ്ങനെയൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എന്തായാലും ഇതിലിടാം, നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിലിടാം. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. ലേറ്റസ്റ്റ് റിസൾട്ടുകൾ, ഞാൻ എടുക്കുന്ന പേഴ്സണൽ ട്രേഡ്സ് ആൻഡ് എന്തായാലും എൻ്റെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നുള്ളവർക്ക് ജോയിൻ ചെയ്യുക. അപ്പം ടെക്നിക്കലി സ്ട്രെങ്ത് ഉള്ള കമ്പനികൾ BASF ആൻഡ് റെഡിങ്ടൺ ഇങ്ങനത്തെ സ്റ്റോക്സിനെ കുറിച്ചുള്ള എൻ്റെ സ്റ്റഡീസ് ഇതെല്ലാം ഞാൻ പബ്ലിക് ഗ്രൂപ്പിൽ ഇടാറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, എൻ്റെ പേഴ്സണൽ മെസ്സേജ് ചെയ്യാം. ഇതെല്ലാം ഞാൻ ഗ്രൂപ്പിൽ ഇടാറുണ്ട്. സോ മാക്സിമം പേര് പബ്ലിക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അപ്ഡേറ്റുകളിൽ ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ന്യൂസസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. August 10. ഓക്കെ, അപ്പം റിസൾട്ട് വരുന്ന കമ്പനികൾ കുറച്ചധികമുണ്ട്.
ടൈറ്റൻ്റെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 65% വളർന്നിട്ടുണ്ട്. അത് 1699 ക്രോറിലേക്ക് പറഞ്ഞിട്ടുണ്ട് ജൂൺ ക്വാർട്ടറിൽ. റവന്യൂ ഓൾസോ ഇൻക്രീസ് ചെയ്തിട്ടുള്ള ന്യൂസ് ഉണ്ട്. പിന്നെ ഒലയുടെ ന്യൂസ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നെറ്റ് ലോസ് ഇത്തിരി കുറച്ചിട്ടുണ്ട്. ഓക്കെ, കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ നെറ്റ് ലോസ് കുറച്ചിട്ടുണ്ട്. അപ്പോളോ മൈക്രോ സിസ്റ്റത്തിൻ്റെ എന്താ പറയുക, നെറ്റ് പ്രോഫിറ്റ് അല്പം കൂടിയിട്ടുണ്ട് ജൂൺ ക്വാർട്ടറിലെ. റവന്യൂ ഓൾസോ ഇൻക്രീസ് ഉണ്ട്. NLC ഇന്ത്യയുടെ ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഓഫ് പവർ കമ്പനി NLC ഇന്ത്യ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട് ഒരു 454 കോടിയിലേക്ക്. ബട്ട് റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. ഹിറ്റാച്ചി എനർജിയുടെ ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് സ്റ്റുഡ് അറ്റ് 294.2 crores. അത് കുറച്ച് നല്ല ന്യൂസ് ആണുള്ളത്. PFCയുടെ ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് റൈസ് ചെയ്തു. പിന്നെ ആനന്ദ് രാജ് ആൻഡ് കെയ്ൻസിന്റെ റിസൾട്ടിൽ ചെറിയ ഇതുണ്ട്, പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ബട്ട് മാക്സിമം കറക്ഷൻ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ആനന്ദ് രാജ് ഡാറ്റാ സെന്റർ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് റൈസ് ചെയ്തു 19% ടു 150 കോടിയിലേക്കാണ് റൈസ് ചെയ്തത്. ഓയിൽ ഇന്ത്യ കുറച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് റൺ കമ്പനിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 2870 കോടി, അതായത് കഴിഞ്ഞ പ്രാവശ്യം 1789 കോടിയിൽ നിന്ന് ഓയിൽ ഇന്ത്യയുടെ പെർഫോമൻസ് 2870 കോടിയിലേക്ക് പോയി. ഡൽഹി വെറിയുടെ പ്രോഫിറ്റ് ഡിക്ലൈൻ ചെയ്ത ന്യൂസ് ഉണ്ട്. ലെമൺ ട്രീ ഹോട്ടൽസിന്റെ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. വേദാന്ത അലുമിനിയം മെറ്റൽ വേദാന്ത അലുമിനിയം മെറ്റലിന്റെ ഒരു അസോസിയേറ്റ് കമ്പനിയായ ബാൽക്കോയ്ക്ക് ഒരു പ്രിഫേർഡ് ബിഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒഡീഷാസിന്റെ കർലാപ്പാട്ട് ബോക്സൈറ്റ് ബ്ലാക്ക് മൈനിലാണ് ബന്ധപ്പെട്ടാണ്. പിന്നെ എവർ റെഡി ഇൻഡസ്ട്രീസിന്റെ നെറ്റ് പ്രോഫിറ്റ് റൈസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ഹാസ് ടെർമിനേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ അഗ്രിമെന്റ്സ് ഓൺ സം ബ്രാൻഡ്സ് ഇൻ ഇന്ത്യ വിത്ത് നോവർട്ടീസ് ഇന്ത്യ. അതൊരു ന്യൂസാണ്. പിന്നെ ഇതൊക്കെയാണ് ന്യൂസസ്. റെയ്മണ്ട് ടെക്സ്റ്റൈൽ ആൻഡ് എഞ്ചിനീയറിംഗ് റെയ്മണ്ട്സ് നെറ്റ് പ്രോഫിറ്റ് സ്റ്റുഡ് അറ്റ് 21 crore. ആദിത്യ ബിർള ഫാഷന്റെയും അത്യാവശ്യം നല്ല ന്യൂസ് ഉണ്ട്. പിന്നെ അഡ്വാൻസ് എംസൈൻസിന്റെ നെറ്റ് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. റെയ്മണ്ട് റിയാലിറ്റിയുടെ നെറ്റ് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നുള്ളത് നല്ല ന്യൂസാണ്. അംബിക കോട്ടൺ മിൽസ് ഞാൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 61% റൈസ് ചെയ്തു 26 കോടിയിലേക്ക്. അപ്പം ക്വാർട്ടർലി റിസൾട്ട് വരുന്ന കമ്പനികൾ ഇതൊക്കെയാണ്. അപ്പോൾ ബോഷ്, ചോയ്സ് ഇന്റർനാഷണൽ, CMS ഇൻഫോസിസ്റ്റം, ദിലീപ് ബിൽകോൺ, HEC ഇൻഫ്രാസ്ട്രക്ചർ, ഹിന്ദുസ്ഥാൻ കോപ്പർ തുടങ്ങിയ കമ്പനികളുടെ ജൂൺ ക്വാർട്ടർ റിലീസ് മൺഡേ, അതായത് ഇന്ന് തുറക്കുന്നതായിരിക്കും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ന്യൂസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചില കമ്പനികളൊന്ന് ഫോക്കസ് ചെയ്യാം. ഇന്നലെ ഞാൻ 2 കമ്പനികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടെക്നിക്കൽ സ്ട്രെങ്ത് ഉള്ള കമ്പനികൾ എന്നുള്ള കാര്യത്തിൽ. ഞാൻ ഇന്നലെ 2 കമ്പനികൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് റെഡിങ്ടൺ ആണ്. ഓക്കെ, അപ്പോൾ റെഡിങ്ടൺ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. ഞാൻ പേഴ്സണലി ട്രെയിൽ എടുത്ത കമ്പനിയാണ്. അത് ഞാൻ വിറ്റപ്പോൾ ഉള്ള കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് വിറ്റതിന് ശേഷം ഓൾ ടൈം ഹൈക്ക് സമീപം 5 ദിവസമായിട്ട് ഒരു ടെക്നിക്കലി ഒരു കൺസോൾട്ടേഷൻ ചെയ്യുകയാണ്. എബോവ് 360 അടുത്ത മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തായാലും ഞാൻ റെഡിങ്ടൺ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ അതൊന്ന് കീപ്പ് ചെയ്യുക. ഓക്കെ, അടുത്തത് BASF എന്ന് പറഞ്ഞ കമ്പനിയാണ്. ടെക്നിക്കൽ സ്ട്രെങ്ത് കാണിക്കുന്ന കമ്പനികൾ മാത്രമാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. BASF നോക്കുകയാണെങ്കിൽ തന്നെ നല്ല ഡിമാൻഡ് ഏരിയാസ് ഇതിൽ വരുന്നത് 3800 റേഞ്ചിലാണ് കേട്ടോ. ഇപ്പം 4000 നിൽക്കുന്നത്. ആൻഡ് BASF നല്ല സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. എൻ്റെ സപ്ലൈ റേഞ്ചസ് കുറച്ചധികം ഉണ്ട്. മെയിൻ സപ്ലൈ എന്ന് പറയുന്നത് 4300 റേഞ്ചാണ്. അത് കഴിഞ്ഞാൽ 4700 റേഞ്ചാണ് ഇതിൻ്റെ സപ്ലൈ ഉള്ളത്. പിന്നെ നമ്മൾ പരിശോധിക്കേണ്ട ലെമൺ ട്രീ ഒന്ന് പരിശോധിച്ച് നോക്കാം. ലെമൺ ട്രീ നല്ല റിസൾട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഞാനും വാച്ച് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ലെമൺ ട്രീ റിസൾട്ടുകളൊന്നും വന്നുകൊണ്ട്. ലെമൺ ട്രീ ഹോട്ടൽസ്. ഓക്കെ, ലെമൺ ട്രീ ഇപ്പോഴെങ്കിലും വന്നോ? വന്നു. ഓക്കെ, ലെമൺ ട്രീ ഹോട്ടൽസ് നോക്കുകയാണെങ്കിൽ തന്നെ ഓക്കെ നല്ല കൺസോൾട്ടേഷനിലാണ്. എന്തായാലും റിസൾട്ട് വന്ന സ്ഥിതിക്ക് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യട്ടെ. 124 അബോവ് മാത്രമേ നല്ല രീതിയിലുള്ള മൂവ്മെന്റ് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, നല്ലൊരു ഡിമാൻഡ് ഏരിയയിൽ ട്രേഡ് ചെയ്യുകയാണ്. ലെമൺ ട്രീ ഹോട്ടൽസിന്റെ നല്ല സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. 100 to 190 റേഞ്ച് ആയിരിക്കും മാർക്കറ്റിൽ കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവുക. അപ്പം നമുക്ക് നോക്കാം. ലെമൺ ട്രീ ഹോട്ടൽസ് വരുന്ന ദിവസങ്ങളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷൻ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. ഓക്കെ, സോ താങ്ക് യു.